വെൽക്കം ടു ലിസബത്ത് സ്വർഡ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അച്ചാറാണ്. അപ്പം ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ധാരാളം ലവലോലിക്കയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പറിച്ചെടുത്തിട്ട് ഒരച്ചാറിട്ട് നിങ്ങളെ കാണിക്കാമെന്ന്. അപ്പോൾ ഇത് പറിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ പഴുത്തതും പച്ചയൊക്കെ ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇത് പറിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ലവലോലിക്ക പറിച്ചപ്പോൾ ഒരു ചെറിയ കമ്പ് ഒടിഞ്ഞു വീണു. അതിനകത്ത് കുറേ പച്ചയും പഴുത്തുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വേണം അച്ചാറിടാനായിട്ട്. ഇതാ കൊട്ടയിലിരിക്കുന്നത് കണ്ടോ, ഇത്രയാണ് ഞങ്ങളിന്ന് പറിച്ചത്. അപ്പം നമുക്കിനി അച്ചാറിടാം. പറിച്ചെടുത്ത ലവലോലിക്കയിൽ നിന്ന് ഞാനൊരു 3 കപ്പ് ലവലോലിക്ക എടുത്തിട്ടുണ്ട്. അത് നല്ലോണം പഴുത്തു നോക്കിയാണ് എടുത്തത്. അപ്പോൾ നല്ല വൃത്തിയായി കഴിയതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ ഞെട്ടൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുക. പിന്നെ കേടുണ്ടോ നോക്കണം. ചിലപ്പോൾ ഇതിൽ കറുത്ത ഇങ്ങനെ കേട് മാതിരിയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം വേണം നമ്മൾ അച്ചാറിടാനായിട്ട്. എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ടീസ്പൂണിന് നിറച്ച് 3 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. മിക്സ് ചെയ്ത് നമ്മളൊരു 2-3 ദിവസം ഫ്രിഡ്ജിൽ വയ്ക്കാം. നല്ലതുപോലെ കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ലവലോലിക്ക ഉപ്പ് തിരുമ്മി വെച്ചിട്ട് ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞു. അപ്പം നമുക്കിതിൻ്റെ അവസ്ഥയൊന്ന് നോക്കാം. കണ്ടോ, ഇതുപോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി നമുക്ക് അച്ചാറിടാം. അപ്പോൾ പാൻ അടുപ്പ് വയ്ക്കുക. ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും അച്ചാറിടാനായിട്ട് നല്ലെണ്ണയായിരിക്കും നല്ലത്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കുക. കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇട്ടതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 കപ്പ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും വെളുത്തുള്ളി വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. ഇത്രയും വേണ്ടെങ്കിൽ കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചധികം എടുത്തതാണ്. അതിനുശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി കുറച്ച് മതി. ഞാൻ 2 ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് ഇട്ടിട്ട് ഒന്ന് വാടണം. ഒത്തിരി മൂക്കണ്ട, വാടി കിട്ടിയാൽ മതി. വെളുത്തുള്ളി നല്ലതുപോലെ വാടിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതും ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡർ 3 ടേബിൾ സ്പൂൺ ഇടാം. ഇപ്പോൾ എരിവ് കൂടുതൽ വേണ്ടെന്നുള്ളവർക്ക് എരിവുള്ള പൊടിയാണേലും ഉപയോഗിക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ ഉപയോഗിക്കുക. അതിനുശേഷം നന്നായിട്ടിത് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി വഴറ്റിയ കൂട്ടത്തിൽ ഞാനതിൽ 3 പച്ചമുളക് ഇട്ടായിരുന്നു. അത് ഞാൻ പറയാനിടയ്ക്ക് വിട്ടുപോയത് കേട്ടോ. ഇപ്പോൾ മുളക് പൊടിയൊക്കെ ഏകദേശം ഇവിടെ മൂത്ത് വരുത്തുന്നുണ്ട്. മുളക് നല്ലതുപോലെ മൂന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് വിനീഗറും 1.5 കപ്പ് വെള്ളവും കൊണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇത് തിളയ്ക്കണം. തിളച്ച് വന്നതിന് ശേഷം വേണം നമ്മളിതിൽ ലവലോലിക്ക ഇട്ട് കൊടുക്കാനായിട്ട്. വെള്ളവും വിനീഗറും ഇവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. കാരണം നല്ല പുളിയുണ്ട് ഇതിന്. വിനീഗർ ഒഴിച്ചു, പിന്നെ ലവലോലിക്കയുടെ പുളിയുണ്ട്. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിന് ഒരു കൂടാൻ പാകത്തിനുള്ള ഒരു മധുരം ഇട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു 2 ടീസ്പൂണാണ് ആദ്യം ഇടുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ ചേർത്ത് കൊടുക്കും. മധുരം ചേർക്കുമ്പോൾ നിങ്ങളുടെ ഒരു പാകത്തിന് വേണം മധുരം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ലവലോലിക്ക ഇട്ട് കൊടുക്കാം. ഞാൻ ലവലോലിക്കയും അതിൽ നിന്ന് വന്ന വെള്ളം എല്ലാം കൂടെ അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ നല്ലപോലെ ഉപ്പുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉപ്പ് മതി ശരിക്കും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് വേറെ ഉപ്പ് ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മാത്രമേ ഇത് തിളച്ചെല്ലാം വന്നതിന് ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. ലവലോലിക്കയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് തിളയ്ക്കണം. അപ്പോൾ കുറച്ച് തിളയ്ക്കുമ്പോഴത്തേക്ക് ഇത് വേവും. ലവലോലിക്ക നമ്മൾ ഇടയ്ക്ക് വേണമെങ്കിൽ എടുത്തൊന്ന് നോക്കാം ഇത് വെന്തോ എന്നുള്ളത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. അപ്പോൾ ആ പരുവത്തിന് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. പാകത്തിന് ഉപ്പും
എരിവും പുളിയും എല്ലാം ഈ സമയത്ത് നമ്മൾ നോക്കണം. ലവലോലിക്ക ഒത്തിരി വെന്ത് പോയാൽ കൊള്ളില്ല. ഇതിപ്പോൾ പാകത്തിന് വേവായിട്ടുണ്ട്. ഇത് 1-2 തിളയ്ക്കുമ്പോഴത്തേക്കും വേവും. അപ്പോൾ ഇതിന് പാകത്തിന് ഉപ്പും പുളിയും എരിവും മധുരവും എല്ലാം ഉണ്ട്. ഈ അച്ചാർ ഫ്രിഡ്ജിൽ വേണം സൂക്ഷിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുകയും വേണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.